ദീപക്കാണ്. തലശ്ശേരി ജോസ്കി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമണോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് നമ്മുടെ ഇൻഹേലർ തെറാപ്പിനെ കുറിച്ചിട്ടും ഇൻഹേലർ ഡിവൈസസിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. നമുക്കറിയാം, എന്താ പറയാ, ഇൻഹേലർ തെറാപ്പി എന്ന് പറയുന്നത് ആസ്മ, COPD തുടങ്ങിയ അസുഖങ്ങളുടെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് ആണ് ഇൻഹേലർ തെറാപ്പി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ഒരുപാട് ടൈപ്സ് ഓഫ് ഇൻഹേലർ ഡിവൈസസ് അവൈലബിൾ ആണ്. അപ്പൊ ഞാനിന്ന് കാണിക്കുന്നത് നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ഇൻഹേലർ ഡിവൈസസ് എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്നും അതിനെക്കുറിച്ച് കുറച്ച് മെയിനായിട്ട് പറയുന്നത്. നമുക്കറിയാം, ആസ്മ, COPD തുടങ്ങിയ അസുഖങ്ങളിൽ ഈ ഒരുപാട് പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്. അവർ എത്ര ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് മാറുന്നില്ല, അല്ലെങ്കിൽ ഒരു റിലീഫ് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് അവര് ട്രീറ്റ്മെന്റ്, അതായത് ഇൻഹേലർ എടുക്കാത്തത് കൊണ്ടാണ്. അതായത് കറക്റ്റ് ആയിട്ട് ആയിരിക്കില്ല അവരത് ഉപയോഗിക്കുന്നുണ്ട്. ഇംപ്രോപ്പർ ടെക്നിക്ക് കൊണ്ടാണ് മെയിൻ ആയിട്ടും എന്താ പറയാ ഈ ആൾക്കാർക്ക് ഈ അസുഖം മാറാത്തത്, സിംറ്റംസ് ഇങ്ങനെ റിലീഫ് കിട്ടാത്തത്, ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കാൻ കാരണം ഇംപ്രോപ്പർ ടെക്നിക്കാണ്. ഇതിന്റെ പേരാണ് മീറ്റർ ഡോസ് ഇൻഹേലർ. അപ്പൊ ഇത് എന്താ പറയാ, അതായത് ഒരു വൺ ഓഫ് ദ ഇൻഹേലർ ടെക്നിക്കാണ്. ടെക്നിക് മീൻസ് ഒരു ഡിവൈസ് ആണ്. അപ്പൊ ഇതിൽ നമുക്കറിയാം, ഇവിടെ ഒരു ഡോസ് കൗണ്ടർ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് എത്രത്തോളം മരുന്ന് ഇതിൽ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ 120 എന്നാണ് കാണിക്കുന്നത്. അത് അവസാനം 0 എത്തും. 0 മീൻസ് അതിൽ മരുന്നില്ല, തീർന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മളിത് ഹോൾഡ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മുടെ തമ്പ് താഴെയായിട്ടും ഈ 2 വിരലുകൾ മുകളിലായിട്ടും പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഷേക്ക് ചെയ്യുക ഉപയോഗിക്കുന്നതിന് മുന്നേ. എന്നിട്ട് ഈ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മള് ജസ്റ്റ് വായിലേക്ക് വെക്കുക. വായിൽ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ വെക്കുന്നു. നമ്മൾ വായിലേക്ക് വെച്ചിട്ട് ഈ ഭാഗം നമ്മുടെ ചുണ്ടോണ്ട് മൊത്തത്തിൽ കവർ ചെയ്ത് പിടിക്കുക. എന്നിട്ട് നേരെ വെച്ചിട്ട് ഒരൊറ്റ പ്രാവശ്യം പഫ് എടുക്കുക. പഫ് എടുക്കുന്ന സമയത്ത് തന്നെ നീട്ടി ഡീപ്പായിട്ട് ശ്വാസം വലിക്കുക. വലിച്ചതിന് ശേഷം പറ്റാവുന്നത് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ പറ്റുന്ന അത്രയും സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക നമ്മുടെ ബ്രെത്ത്. എന്നിട്ട് മെല്ലെ മൂക്കിലൂടെ ജസ്റ്റ് മെല്ലെ റിലീസ് ചെയ്യുക. ഒന്നുകൂടെ ജസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പേരാണ് സ്പേസർ. ഇത് നമ്മൾ മെയിൻ ആയിട്ട് കുട്ടികൾക്കും പിന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെയാണ് നമ്മൾ സ്പേസർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്താ പറയാ, ഈ ഇൻഹേലർ ഡിവൈസ് നമ്മൾ ഈ സ്പേസറിന്റെ ഈ ഒരു എൻഡിൽ കണക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മരുന്ന് ആദ്യം നമ്മുടെ ഈ സ്പേസറിന്റെ ഈ ഒരു ഇതിന്റെ ഉള്ളിലാണ് എത്തുന്നത്. അവിടെ നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നത്. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മരുന്നിന്റെ വേസ്റ്റേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ മരുന്ന് നമ്മൾ ചില സമയത്ത് ഈ ഡിവൈസും ഇൻഹേലർ ഈ MDA ഡിവൈസ് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മരുന്ന് നമ്മുടെ വായിലേക്ക് പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് വായിൽ പുണ്ണ് വരാനും അല്ലെങ്കിൽ ഒരു വായിൽ ടൈപ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഈ സ്പേസർ എന്ന് പറഞ്ഞ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ എന്താ പറയാ, ഈ ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ എന്ന് പറയും. ഇപ്പൊ നേരത്തെ കാണിച്ച പോലെ നമ്മൾ ഇൻഹേൽ പഫ് എടുത്ത് അപ്പോൾ തന്നെയാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പൊ ആ ഒരു ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ സ്പേസർ വെച്ച് ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ, ജസ്റ്റ് ഈ ഇൻഹേലർ ഡിവൈസ് എടുക്കുക, ഈ സ്പേസറിന്റെ ഇവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതാണ് നമ്മുടെ മൗത്ത് പീസ്. അത് നമ്മൾ ജസ്റ്റ് വായിലേക്ക് വെക്കുക. അങ്ങനെ അതായത് നമ്മള് ജസ്റ്റ് ഇൻഹേലർ ഒരു പഫ് എടുക്കുന്നു, നമ്മുടെ ഈ മൗത്ത് പീസിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ശ്വാസം നീട്ടിയെടുക്കുന്നു. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ പറ്റാവുന്ന 5 to 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് മൂക്കിലൂടെ റിലീസ് ചെയ്ത് ജസ്റ്റ് ഇതിലൂടെ റിലീസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് ഈ ടെക്നിക്കിന്റെ ഈ ഒരു ഡിവൈസിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ, ഈ ഡിവൈസിന്റെ പേരാണ് സിംഗ്രോബ്രീത്ത് എന്നാണ് ഈ ഡിവൈസിന്റെ പേര്. ഇത് ആക്ച്വലി കമ്പാരിറ്റീവ്ലി നമ്മൾ മീറ്റർ ഡോസ് ഇൻഹേലർ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്.
ജസ്റ്റ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് തുറക്കുക, നമ്മുടെ വായിലേക്ക് വെക്കുക, അത്രയേ ഉള്ളൂ. അതായത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഡിവൈസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ജസ്റ്റ് തുറക്കുന്നു, എന്നിട്ട് ഈ മറ്റേ ഇതിന്റെ ഉള്ള പോലെ തന്നെ നമ്മളിത് വായിലേക്ക് വെക്കുന്നു. വായിലേക്ക് വെച്ചിട്ട് ചുണ്ടോണ്ട് നമ്മൾ ഈ ഏരിയ കവർ ചെയ്ത് പിടിച്ചിട്ട് നീട്ടി ശ്വാസം എടുക്കുന്നു. അങ്ങനെ അപ്പൊ ആ നീട്ടി ശ്വാസം എടുക്കുന്ന സമയത്ത് നമുക്കൊരു ടിക് എന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. ആ സൗണ്ടിന്റെ അർത്ഥം മരുന്ന് നമുക്ക് ഉള്ളിലേക്ക് വരുന്നുണ്ടെന്നാണ്. എന്നിട്ട് അതേപോലെ നീട്ടി ശ്വാസം എടുക്കുക. ഒരു 5 to 6 seconds ബ്രെത്ത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് മൂക്കിലൂടെ മെല്ലെ റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 തവണ ജസ്റ്റ് ഒരു തവണ എടുത്താൽ മതി. അതാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഹാൻഡ് മൗത്ത് കോർഡിനേഷന്റെ ആ ഒരു പ്രശ്നമുള്ള ആൾക്കാർക്ക് നമുക്കത് പരിഹരിക്കാൻ പറ്റും ഈ ഒരു സിൻക്രോ ബ്രീത്ത് എന്ന ഡിവൈസ് ഉപയോഗിക്കുന്നത്. ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ലൂപ്പി ഹെയിലർ ആണ്. ഇത് കുറെ കൂടെ മറ്റേത് കമ്പയർ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. പിന്നെ ഈ ഓറോഫാരിഞ്ചൽ ഡെപ്പോസിഷൻ ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത് മരുന്ന് ജസ്റ്റ് നമ്മൾ വായിൽ പറ്റി പിടിക്കുന്നത് മറ്റുള്ളവരുടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറയ്ക്കാനും പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. ഇത് ജസ്റ്റ് ഇതേപോലെ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് ഇതിൽ, അത് ആ ഡയറക്ഷനിലേക്ക് ജസ്റ്റ് തുറക്കുക. അപ്പൊ നമുക്കിത് കാണാൻ പറ്റും ഇതൊരു ക്യാപ്സ്യൂള്, അതായത് റോട്ട ക്യാപ്പ് എന്നൊക്കെ പറയും, അത് ഇടുന്ന ഒരു ഏരിയ കാണാൻ പറ്റും. അതിലേക്ക് മരുന്ന് ഇടുക, എന്നിട്ട് ജസ്റ്റ് അടയ്ക്കുക. ഇപ്പൊ ഒരു ക്ലിപ്പിംഗ് സൗണ്ട് കേൾക്കാൻ പറ്റും. എന്നിട്ട് ഈ കാണുന്ന സാധനം അത് ജസ്റ്റ് 2-3 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ആ പ്രസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഒരു നീഡിൽ പോയിട്ട് ഈ ക്യാപ്സ്യൂളിനെ ബ്രേക്ക് ചെയ്യും. അപ്പൊ മരുന്ന് റിലീസ് ആവും. റിലീസ് ആവുന്ന സമയത്ത് പിന്നെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ മതി. ഈ ഭാഗം നമുക്ക് ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വായിലേക്ക് വെച്ചിട്ട് അതായത് നമ്മൾ ഈ ഏരിയ മൗത്ത് പീസ് ആണ്. അത് ജസ്റ്റ് വായിലേക്ക് വെക്കുന്നു, നീട്ടി ശ്വാസം എടുക്കുന്നു. ഇതേപോലെ 5 to 10 seconds ശ്വാസം പിടിച്ചു വെക്കുന്നു. എന്നിട്ട് മെല്ലെ മൂക്കിലൂടെ മെല്ലെ റിലീസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് നീട്ടി ശ്വാസം വലിക്കുന്ന സമയത്ത് ഇതിന്റെ ഇവിടെ ഒരു മരുന്ന് ആ ക്യാപ്സ്യൂളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പൊ ആ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് മരുന്ന് ഉള്ളിലേക്ക് എത്തുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതേപോലെ ജസ്റ്റ് തുറക്കുന്നു, ഈ ക്യാപ്സ്യൂളിൽ ഈ ഏരിയയിലേക്ക് ഇടുന്നു, അടയ്ക്കുന്നു, ഒരു ക്ലിക്കിംഗ് സൗണ്ട് കേൾക്കാൻ പറ്റും. അതിനുശേഷം ഇത് പ്രസ് ചെയ്യുന്നു മരുന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് പിടിക്കുന്നു, ശ്വാസം നീട്ടി വലിക്കുന്നു. മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്വാസം എടുത്തിട്ട് പറ്റുന്ന പോലെ ഒരു 5 to 10 seconds ശ്വാസം ഹോൾഡ് ചെയ്യുക, എന്നിട്ട് മെല്ലെ റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഇത് വലിച്ചു വിടുക. അങ്ങനെയാണ് സമയത്ത് നമുക്ക് ഇതിനുള്ള മരുന്ന് പൂർണ്ണമായിട്ട് നമുക്ക് ശ്വാസകോശത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും നമുക്ക് ശ്വാസമുട്ടൽ പോലത്തെ പ്രശ്നങ്ങൾക്ക് ഒരു റിലീഫ് കിട്ടുകയും ചെയ്യും. പരിചയപ്പെടുത്താൻ പോകുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ഡിവൈസ് തന്നെയാണ്, റീവോലൈസർ എന്ന് പറയും. ജസ്റ്റ് ഒന്നുമില്ല, ഇതേപോലെ ഇങ്ങനെയാണ് ഡിവൈസ് ഉണ്ടാവുക. അത് ജസ്റ്റ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഏരിയ ഉണ്ടാവും. മരുന്ന് ഈ ഇതാണ് ക്യാപ്സ്യൂളിലാണ് ഒരു ഏരിയ ഉണ്ടാവും. ആ ക്യാപ്സ്യൂൾ ഇതിലേക്ക് ഇടുന്നു, ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പിന്ന് ഉണ്ട്. ആ പിന്ന് വന്നിട്ട് ഈ ക്യാപ്സ്യൂളിൽ ബ്രേക്ക് ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അത് ബ്രേക്ക് ചെയ്തോളൂ. എന്നിട്ട് ഈ ഒരു ഏരിയ ആണ് നമ്മുടെ മൗത്ത് പീസ്, മീൻസ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ഭാഗം. അപ്പൊ അത് വായിലേക്ക് വെച്ചിട്ട് ശ്വാസം നേരത്തെ കാണിച്ച പോലെ തന്നെ ജസ്റ്റ് ഇത് ഏരിയ ചുണ്ടോണ്ട് ഈ ഏരിയ കൂട്ടി പിടിക്കുക. എന്നിട്ട് നീട്ടി ഉള്ളിലേക്ക് ശ്വാസം നീട്ടി വലിക്കുക. 5 to 10 seconds ഹോൾഡ് ചെയ്യുക. എന്നിട്ട് പതുക്കെ മൂക്കിലൂടെ മെല്ലെ റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 തവണ ശ്വാസം ജസ്റ്റ് ഡീപ്പ് ബ്രെത്ത് എടുക്കുന്നു, 5 seconds ഹോൾഡ് ചെയ്യുന്നു, മെല്ലെ റിലീസ് ചെയ്യുന്നു. അതാണ് ഈ ഡിവൈസിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പൊ അതിൽ നമുക്ക് എന്താ പറയുക, കമ്പയർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്യാപ്സ്യൂൾ ഇതിലിടുന്നു, ക്ലോസ് ചെയ്യുന്നു, ഇൻഹൈൽ ചെയ്യുന്നു. ആ ഒരു അഡ്വാൻറ്റേജ്. ഏത് ഇൻഹൈലർ ഡിവൈസസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതായത് നമ്മള് മരുന്ന് ഉപയോഗിച്ച് ആ ഡിവൈസ് ഉപയോഗിച്ച് മരുന്ന് ഇൻഹൈൽ ചെയ്തതിന് ശേഷം നമ്മുടെ ഓറൽ ക്യാവിറ്റി വായ നമ്മള് സാധാരണ വെള്ളം കൊണ്ട് 2-3 പ്രാവശ്യമെങ്കിലും ജസ്റ്റ് വായ കഴുകി കളയണം. അതായത് നമ്മളിപ്പം ഞാൻ ടൈപ്സ് ഓഫ് ഇതിനെ കുറിച്ച് പറഞ്ഞ പോലെ ചെറുതായിട്ട് മരുന്ന് നമ്മുടെ വായില് ഓറൽ ക്യാവിറ്റി കുറിച്ച് ഡെപ്പോസിറ്റ് ആയി കിടക്കുന്നുണ്ടാവും. അപ്പൊ ചില ആൾക്കാരിൽ എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസ് അങ്ങനത്തെ ആൾക്കാരിലൊക്കെ ഇത് വായിൽ ഡെപ്പോസിറ്റ് ആയി കിടന്നു കഴിഞ്ഞാൽ വായിൽ പുണ്ണ് വരാനും പിന്നെ നമ്മുടെ വായ കഴിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മുടെ വായ നമ്മൾ സാധാരണ വെള്ളം കൊണ്ട് 2-3 പ്രാവശ്യം വായ കഴുകി കളയുക.
കാണിച്ചത് നമ്മുടെ ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഹേലർ ഡിവൈസസിനെ കുറിച്ചാണ്. ഇപ്പൊ ഇത് കൂടാതെ തന്നെ പല ടൈപ്സ് ഓഫ് ഡിവൈസസും ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോ എന്താ പറയുക, ഇപ്പം കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്.